ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ഹിറ്റ് ചാപ്റ്റേഴ്സിലെ മൂന്നാം ഭാഗമായ നാനി നായകനെ അഭിനയിച്ചിരിക്കുന്ന ഹിറ്റ് ചാപ്റ്റർ 3 ആണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സൈലേഷ് കൊലാനുമാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് വാച്ച് അത്രേ പറയാൻ പറ്റുമല്ലോ. അതൊരു കിടിലൻ പടം. ഇതിന് മുമ്പ് ഇറങ്ങിയ 2 ഭാഗം എന്ന് വെച്ചാൽ പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളായിരുന്നു. ആക്ഷനേക്കാൾ ഇവർ കഥയിലും അതിലെ ട്വിസ്റ്റുകൾക്കും പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെ അടിപൊളിയായി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയൊരു റേഞ്ച് ഉണ്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഞാനിയെപ്പോലൊരു സ്റ്റാർ വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഓവറാക്കി. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ പടം ഭയങ്കരമായിട്ട് മിസ്മാച്ച് ആവുകയാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ പോയൊരു ത്രില്ലിങ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ ആകെ കയ്യുന്നു വേണം. കുറേ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ബ്ലഡ് ഷെയ്ഡ് ഉണ്ട് എന്നല്ലാതെ ഈ സിനിമ സത്യത്തിൽ എ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരു ആക്ഷൻ സീക്വൻസിൽ ഇത്രയും വയലൻസ് കയറ്റിയതാണോ എന്നൊരു എനിക്ക് തോന്നിപ്പോയി. ചില സീക്വൻസ് കാണുമ്പോൾ എന്തിനാ ഇപ്പോൾ ഇത്രയും ആക്ഷൻ സീക്വൻസ്, ഇതൊക്കെ ആവശ്യമുണ്ടോ ഇത് തോന്നിപ്പോവും. അങ്ങനെയാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ചിത്രത്തിൽ ശ്രീനിധി ഷെട്ടി ഉണ്ട്, സമുദ്രക്കനി ഉണ്ട്, പിന്നെ ചില ക്യാമിയോസൊക്കെ ഉണ്ട്. കഴിഞ്ഞ പാർട്ടിലെയും പിന്നെ പുതിയതിൽ വരാനുള്ളവരൊക്കെ ആയിട്ട് അതൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ചിത്രത്തിൽ അവിടെ ഒരു നല്ല ഇമോഷണൽ സീക്വൻസ് ഒക്കെ നമുക്ക് ചെറുതായി കണക്റ്റ് ആവും. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജിന് മേലെ നിൽക്കുന്ന പടം. ഇതിന് മുമ്പ് ഇറങ്ങിയ ഹിറ്റ് സീരീസിലെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ഓക്കെ വാച്ചാണ്. ഞാനിവിടെ നല്ല സ്വാഗും കാര്യമൊക്കെ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ശ്രീനിധി ഷെട്ടി ഞാൻ ഈ കോംബോ അതൊക്കെ അത്യാവശ്യം നല്ലൊരു ലവ് സീക്വൻസ് ഒക്കെ വർക്കായിട്ടുണ്ട്. അധികം സീൻസ് ഇല്ല ശ്രീനിധി ഷെട്ടിക്ക്. സമുദ്രക്കനിയായിട്ടുള്ള സീക്വൻസ് നാനിയുടെയും കോമ്പിനേഷൻ സീൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. റാവു രമേഷിന് അത്യാവശ്യം നല്ല ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വില്ലൻ എന്ന് പറയാൻ അങ്ങനെ ഒരു പവർഫുൾ ക്യാരക്ടർ എന്ന് പറയാൻ ചിത്രത്തിലില്ല. നമുക്ക് അത്രയ്ക്കൊരു വർക്കാവണില്ല ആ സീക്വൻസ് ഒന്നും. പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസിന് വേണമെങ്കിൽ നമുക്കതിന് പോയി കാണാം, അത്രേ പറയാനുള്ളൂ. അല്ലാതെ ത്രില്ലിങ് ഇൻവെസ്റ്റിഗേഷനൊക്കെ ഫസ്റ്റ് ഹാഫോടെ തീരും. സെക്കൻഡ് ഹാഫിക്ക് എത്തുമ്പോൾ അതൊന്നും അത്രയ്ക്കും അങ്ങോട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യണില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ, കണ്ടിരിക്കാം. അത്യാവശ്യം നല്ല ഫിലിമാണ്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. എന്തായാലും എനിക്ക് ഈ പടം ഓക്കെയാണ്. ഒരു ഗുഡ് വാച്ച്, 1 ടൈം വാച്ചബിൾ എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. മെയ് 1 റിലീസായ ചിത്രം റിട്രോയ്ക്കൊപ്പമാണ് റിലീസായത്. എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. എന്നാണ് ഞാൻ ഈ ചിത്രം കണ്ടത്. എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇനി പറയും.